അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ വണ്ടിയാണ്, പഴയ ജിപ്സി റോൾസ് റോയ്സ് പ്ലാറ്റം 1. ഇത് 1926 ഇതിൻ്റെ മാനുഫാക്ചറിങ്. RR യൂസ് ചെയ്ത വണ്ടിയാണ്. ഹായ് അമിഗോ, ചേരാപ്പറ വ്ളോഗിൻ്റെ അനദർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ആദ്യത്തെ വ്ളോഗാണ്. ഓക്കെ, അപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരു ചമ്മലുണ്ട്, പിന്നെ ഒരു എന്താ പറയുക വിക്ക്, ശരിക്കും സംസാരമൊന്നും വരില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു കാര്യമൊക്കെ എടുക്കരുത്. ഫസ്റ്റത്തെ ഒരു വീഡിയോ ഞാൻ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണല്ലോ പഠിക്കല്. അപ്പോൾ ഇത് ആദ്യത്തെ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല, ബട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വ്ളോഗിൻ്റെ പേരാണ് ചേരാപ്പറ അമ്മി വ്ളോഗ്. ഓക്കെ, എൻ്റെ പേര് ജുനൈദാണ്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊൽക്കത്തയിൽ വന്നുകൊണ്ട് കൊല്ലയിലെ ആ യാത്രകളും കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്, ട്രാവലിംഗ് വ്ളോഗ്. അതുപോലെ നമ്മൾ സ്പോർട്സുമായിട്ട് നമ്മൾ കളിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പാർട്സും ചെയ്യുന്നുണ്ട്. കൊൽക്കത്തയിലെ സ്ട്രീറ്റ്സിൻ്റെ കുറേ കാര്യങ്ങൾ, കൊൽക്കത്തയിൽ കുറേ കാര്യങ്ങളുണ്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. പലരും കണ്ടിട്ടുണ്ടാവും, ബട്ട് കാണാത്ത പലരും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ വീഡിയോ. അപ്പോൾ ആദ്യമാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ പല പ്രശ്നങ്ങളുണ്ടാവും, ഒന്നുകൂടി പറയുകയാണ്. ഓക്കെ, സംസാരത്തിലൊക്കെ വളരെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചാനൽ ആദ്യമാണെങ്കിൽ എന്നോട് പറയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ഗരന്തൂരുള്ള ന്യൂ മാർക്കറ്റിലേക്കാണ്. ന്യൂ മാർക്കറ്റിലാണ്, കൊൽക്കത്ത ന്യൂ മാർക്കറ്റ്. ഏകദേശം റെയിൽവേ സ്റ്റേഷൻ ഒരു 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ന്യൂ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. കളക്ഷൻസ് ആണ്, വളരെ ചീപ്പായ റേറ്റിലൊക്കെ ഡ്രസ്സ് ഇവിടെ കിട്ടും. ടീഷർട്ടിനൊക്കെ 100-200 ആ ഒരു റേറ്റിൽ കിട്ടും. ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കുറച്ച് കിട്ടുന്ന ഒരു തിരക്ക് പിടിച്ച മാർക്കറ്റാണ്. ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് കടകളൊക്കെ ഓപ്പൺ ആകുന്നതേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ കൂടെ. ഇവിടെ നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ് കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ പൂമെൻ്റെ, നൈക്കിൻ്റെ ഒക്കെ ഷോറൂം കാണാൻ കഴിയും. അഡിഡാസ്, പൂമ, നൈക്ക് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ, ഇത് നിങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ എല്ലാം അടക്കി വെക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് വിധാൻ മാർക്കറ്റ്. നെക്സ്റ്റ് നമ്മൾ അവിടത്തേക്കാണ് പോകാൻ പോകുന്നത്. മാർക്കറ്റൊന്നും ഓപ്പൺ ആകാത്തതുകൊണ്ട് നെക്സ്റ്റ് വിധാൻ മാർക്കറ്റിലേക്ക് നമുക്ക് പോവാം. ഗൈസ്, ഇന്ന് സൺഡേ, ഇന്ന് ഒരു ദിവസം നമുക്ക് പുറത്തിറങ്ങാനുള്ള ആ ഒരു സമയമുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ മൊത്തത്തിൽ ഏരിയ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ന്യൂ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വിധാൻ മാർക്കറ്റിലേക്കാണ്. വിധാൻ മാർക്കറ്റിലേക്കുള്ള വിശേഷങ്ങൾ ഞാൻ ഇപ്പോൾ വേറെ റോഡൊന്ന് കിടക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ കയറിയാലാണ് വിധാൻ മാർക്കറ്റ്. ക്രിക്കറ്റ്, ഫുട്ബോള്, ജിം ഐറ്റംസ്, മൊത്തത്തിലുള്ള ഐറ്റംസ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽ കിട്ടും. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതാണ് വിധാൻ മാർക്കറ്റ്, വിധാൻ മാർക്കറ്റ്. ഇതിൻ്റെ ഒരു സൈഡിൽ മൊത്തം റെഡിമെയ്ഡ് ഷോപ്പാണ്, ഡ്രസ്സിൻ്റെ ഒക്കെ.
ഞായറാഴ്ച ആയതുകൊണ്ട് പകുതി കടകളും അടച്ചിട്ടുള്ളത്. ഓക്കെ, പകുതി കടകളും അടച്ചിട്ടുള്ളത്. ഞായറാഴ്ച ഈ മാർക്കറ്റ് ഓപ്പൺ എല്ലാം തോന്നുന്നു. ചെറിയ പൈസക്ക് ഇവിടുന്ന് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. ഗൈസ്, ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾ സ്പോർട്സ് സ്റ്റോക്ക് ഹോൾസെയിൽ ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ നല്ല ലാഭം കിട്ടും. നല്ല വില കുറച്ചിട്ട് സാധനങ്ങൾ ഇവിടുന്ന് കിട്ടുന്നതാണ്. പക്ഷെ ഇന്ന് സൺഡേ രാവിലെ തന്നെ ആയതുകൊണ്ടാണെന്ന് കടകളൊന്നും അടച്ചിട്ടേ ഇല്ല. भैया जैसी को कितना? ये मैनचेस्टर 500 है. फुल स्लीव, हाफ स्लीव, फुल स्लीव को? अच्छा, मैदान मार्केट में 30 रुपये होलसेल. और इंडिया डिलीवरी होगा? अच्छा, ऑल ओवर इंडिया डिलीवरी है. अच्छा, सिर्फ जैसी है. होलसेल से लेने कितना होगा? अच्छा, ओके. आपका जो विजिटिंग कार्ड है क्या? ये देख लीजिए. अब നമ്പർ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഇവരുടെ കാർഡ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നാട്ടിലൊക്കെ ഹോൾസെയിൽ ഷോപ്പ് തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകും. ഇതൊക്കെയാണ് വിദാ മാർക്കറ്റിലെ വിശേഷങ്ങൾ. ഗൈസ്, നമ്മൾ വിദാ മാർക്കറ്റിന്റെ വെളിയിൽ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മൾ എവിടെ പോകാന് നോക്കട്ടെ, ഇവിടുന്ന് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈടങ്കണ സ്റ്റേഡിയത്തിലേക്ക് കാണാം. ഗൈസ്, ഇത് 14-ാം തീയതി നടക്കാൻ പോകുന്ന കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലുള്ള കളീൻ്റെ ടിക്കറ്റ് വിതരണമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കളീൻ്റെ ടിക്കറ്റിന് എത്ര പൈസ നമുക്ക് നോക്കാം.
भैया भैया कितना टिकट का कितना? 750। किसमें पूरा के लिए 750 है? पूरा के लिए 750 750 इसमें दे रहे हैं। इसमें 1000 दे रहे हैं। क्यों? अलग अलग काउंटर रहेगा ना, बोले अच्छा अलग अलग काउंटर काउंटर अलग अलग रहेगा ना। അപ്പോൾ അലകലക കൗണ്ടറിന് അലകലക റേറ്റ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ 750 സ്റ്റാർട്ടിങ്, പിന്നെ 1000, 1500 അങ്ങനെയാണ് ഇതിന്റെ ടിക്കറ്റ് വില പോകുന്നത്. ഗയ്സ് ഇതാണ് അപ്പോൾ ഈടക്കാട് സ്റ്റേഡിയത്തിൽ പോകാനുള്ള എൻട്രൻസ്. ഗയ്സ് ഈടക്കാട് സ്റ്റേഡിയത്തിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ്. ഇത് ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു ഉള്ളിലൊന്നും കയറാൻ പറ്റത്തില്ല. ഗയ്സ് ഇതിന്റെ ഉള്ളിലാണ് പ്ലേയേഴ്സിന്റെ ഡ്രസ്സിംഗ് റൂം ഇറങ്ങുന്നത്. അപ്പൊ ഇതാണ് ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിന്റെ വിശേഷങ്ങളും. കൊൽക്കത്ത ടീമിന്റെ ബാനറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ലൈറ്റ് ലൈറ്റ് ഗയ്സ്. അപ്പോൾ ഭയങ്കര ചൂടാണ്. കുറച്ച് നമ്മള് വെള്ളം കുടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഈ ഒരു വണ്ടി പോകുന്നുണ്ടോ കൊൽക്കത്തയിൽ? ഇവിടെ ഇങ്ങനെയൊക്കെ പഴയ കാല ഒരു ഓർമ്മയാണ് ഇവിടെ. പഴയ ബസ് ഓക്കെ. ഈ റോഡിന്റെ ഇടയിൽ ട്രാക്ക് ഉണ്ടാവും. ആ ട്രാക്കിലൂടെ ട്രങ്ക് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഭയങ്കര ദാഹം. അതുകൊണ്ട് ഒരു क्या नाम है भैया इसका? ये इसका पानी ലെമൺ സോഡ കുടിക്കാന്ന് വിചാരിച്ച്. ഓക്കെ, ഭയങ്കര വൃത്തി ഉണ്ടാവുമെന്ന് അറിയില്ല, ബട്ട് കുടിക്കുക. ഭയങ്കര ചൂടാണ്. ഈ ചൂട്ടിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഗയ്സ്, അടുത്ത് നമ്മൾ പോകുന്നത് ഹൗറ ബ്രിഡ്ജിലേക്കാണ്. ഹൗറ ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഹൗറ ബ്രിഡ്ജിലെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഗയ്സ്, അപ്പോൾ ഇതാണ് ഹൗറ ബ്രിഡ്ജ്. രവീന്ദ്ര സേതു ബ്രിഡ്ജ് എന്നും കൂടിയുള്ള പേരുണ്ട്. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഹൗറ ബ്രിഡ്ജ് എന്നാണ്. ഇത് പഴയ ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൻ്റെ പുതിയ ബ്രിഡ്ജ് അപ്പുറമുണ്ട്. ഇത് മൊത്തം ഉരുക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉരുക്ക് പാലെന്നും കൂടി ഇതിന് പേരുണ്ട്. ഇത് 1946 പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുത്തത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് പുതിയ പാലം. ഇപ്പോൾ സൂം ചെയ്തിട്ടാണ്. ഇപ്പോൾ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഹൂഗ്ലി നദിയുടെ മുകളിലാണ് ഈ 2 പാലവും സ്ഥിതി ചെയ്യുന്നത്. പാലത്തിൻ്റെ അടിയിലൂടെ ബോട്ടൊക്കെ പോകുന്നത് കാണാം. ആ സൈഡിലായിട്ട് റെയിൽവേ സ്റ്റേഷൻ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് തന്നെ ബോട്ട് ചട്ടിയുണ്ട്. പുതിയ ഹൗറ ബ്രിഡ്ജ് രാത്രിയാകുമ്പോൾ ഈവനിങ് ആകുമ്പോൾ എടുത്ത ഷോട്ടാണ്. നല്ല രസമാണ് കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെട്രോ പിടിക്കാനുണ്ട്. അപ്പോൾ മെട്രോൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ജിതേന്ദ്ര സിംഗ് പാർക്കിലാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ബിർള മ്യൂസിയം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അവിടത്തേക്കാണ് പോകേണ്ടത്. ജിതേന്ദ്ര പാർക്കിൽ എത്തി. അപ്പോൾ മെട്രോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോൾ ഒരു റിക്ഷ പിടിച്ച് നമ്മൾ ബിർള മ്യൂസിയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കൊൽക്കത്തയിലെ ബല്ലിഗഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നത്.
റോഡ് റോളറാണ്. 1911 25 ഇറങ്ങിയതാണ്. ബ്രിട്ടീഷ് കാലത്തുള്ള ഒരു റോഡ് റോളറാണ്, പഴയ മോഡൽ. ഇതൊന്ന് പഴയകാല സ്റ്റീം എഞ്ചിനാണ്. ഓക്കെ, സ്റ്റീം എഞ്ചിൻ. ഓക്കെ, അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഉള്ളിലെത്തി. ഓക്കെ, ഇതൊക്കെ പഴയ സയൻറ്റിസ്റ്റുകളാണ്, അവരെ പ്രൊഫൈലുകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഭൂമിയും ഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. കല്ലുകൾ, കുറേ ഹിസ്റ്ററിയാണിത് പഴയ. ഫെസ്കിനേറ്റിംഗ് ഫിസിക്സ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതും സയൻറ്റിസ്റ്റ് തന്നെ. ഐസക് ന്യൂട്ടൺ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചിന്തിക്കുമ്പോൾ ആപ്പിൾ തലയിൽ വീണത്. അങ്ങനെയാണ് അവൻ എന്തോ കണ്ടുപിടിച്ചതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് കുറേ സയൻറ്റിസ്റ്റുകളുടെ കാര്യങ്ങളാണ്. സയൻസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഭയങ്കര ഉപകാരപ്രദം. ഗൈസ്, ഈ വെയിറ്റിംഗ് മെഷീൻ കണ്ടോ? ഈ വെയിറ്റിംഗ് മെഷീൻ നമ്മളിപ്പോൾ കയറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഒറിജിനൽ വെയിറ്റ് കാണിക്കും. ഓക്കെ, മെഷീൻ കയറാന്ന് തോന്നുന്നു. ഞാൻ എന്നെ ഇപ്പോൾ 55 കാണിക്കുന്നുള്ളൂ. ഇത് കാണിക്കണം. ഓക്കെ, അത് കാണിച്ചിട്ട് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് ഓഫ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ഭൂമിയിലുള്ള വെയിറ്റും, ചന്ദ്രനിൽ പോയാൽ ചന്ദ്രനിലുള്ള വെയിറ്റും, പിന്നെ ഗ്രഹത്തിൽ പോയാൽ ഗ്രഹത്തിലുള്ള വെയിറ്റും കാണിക്കുന്നതാണ്. ഇതല്ലേ ഇല്ലൊന്നും അറിയില്ല. ഇത് കാണുന്നുണ്ട്. ഓക്കെ, ഞാൻ കയറി നിൽക്കാം. ഏകദേശം 65 കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 65 ഞാനൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 6 5 എടുത്തിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ കൊടുത്തിട്ട് ഇതാ. അപ്പോൾ ഇതാണ് എൻ്റെ എടുത്ത് കാണിച്ചു വയ്ക്കുന്നത്. ഓക്കെ, ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഗൈസ്, ഇതിൻ്റെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ബേസ് ഇതിൻ്റെ എയറിൻ്റെ പ്രഷർ കൊണ്ടിട്ട് പൊന്തുന്നത് കാണാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before I knew. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss not knowing that we're all screwed.
ട്രാൻസ്പോർട്ട് സെക്ഷൻ ഇപ്പോൾ പഴയകാല വാഹനം എന്നല്ല, മറ്റേ കാളവണ്ടി, കുതിരവണ്ടി, അപ്പോൾ അതിനെ കാണിച്ചിരിക്കുകയാണ്. ആന, ഓക്കെ, അങ്ങനത്തുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുകയാണ്. തോണി, പഴയകാല വണ്ടികളാണ്. അപ്പോൾ ഇത് കോയിലിട്ടിട്ട് പോകുന്ന ഒരു ട്രെയിനില്ലേ പഴയകാല, ആ ഒരു ട്രെയിനാണിത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് റോൾസ് റോയ്സ് പ്ലാറ്റം 1 1926 ഉണ്ടാക്കിയ സാധനമായത്. പഴയ കാലം ഒരു ബ്രിട്ടീഷ് വണ്ടിയാൻ കാറ്റാൻ തോന്നുന്നു. നമ്പർ പ്ലേറ്റ് അടക്കമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. RRRൽ മദാം എടുത്തിട്ട് പോകുന്നില്ലേ, അതേ വണ്ടി. റോൾസ് റോയ്സ് ഫാറ്റം 1. നമ്മളിതിന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഓക്കെ, മ്യൂസിയത്തിന് പുറത്തേക്ക് ഇറങ്ങിയെന്ന്. അപ്പോൾ നേരം കുറേ ഇരുട്ടി. നെക്സ്റ്റ് റൂമിൽ കയറുന്നതിന് മുന്നേ നമ്മൾ KKRൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ച്. ഗൈസ്, ഇതാണ് അപ്പോൾ KKRൻ്റെ ഹോം ഗ്രൗണ്ട്. ഓക്കെ, CCFC ക്രിക്കറ്റ് ഗ്രൗണ്ടാണിത്. പരസ്യങ്ങളൊക്കെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ രാവിലെയൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഹോക്കി, സൈക്കിൾ, പോളോ ഹോക്കി നടക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.